നമസ്കാരം. 2026 കറണ്ട് അഫയേഴ്സ് സീരീസിൽ ഇന്നത്തെ ക്ലാസ്സിൽ 2026 കോമൺവെൽത്ത് ഗെയിംസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകളാണ് നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളെ കുറിച്ച് അറിയുന്നതിന് ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ കൂടി അംഗമാവുക. അതുപോലെ ആസ്ഥ അക്കാഡമി കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്, പെട്ടെന്ന് വായിച്ച് പഠിക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. 135 രൂപ മാത്രമാണ് വിലയുള്ളത്. അപ്പോൾ ഈ പുസ്തകം ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക. ഇത് സ്റ്റോക്ക് ഔട്ടായിരുന്നു, ഇപ്പോൾ വീണ്ടും പുതിയ സ്റ്റോക്ക് വന്നതാണ്. 2026 ജൂലൈ വരെയുള്ള കാര്യങ്ങൾ ഈ പുസ്തകത്തിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ശരി, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കോമൺവെൽത്ത് ഗെയിംസ് 2026 എന്തായാലും വരുന്ന പരീക്ഷകൾക്ക് ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങളുണ്ടാവും. ആ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് പ്രസ്താവന രീതിയിലായിരിക്കും. അപ്പോൾ 2026 കോമൺവെൽത്ത് ഗെയിംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരിക്കത്തില്ല അവിടെ ഉള്ളത്. പഴയ കാര്യങ്ങളും, അതായത് അതിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ പരീക്ഷയ്ക്കുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ ചില കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതുണ്ട്. നമുക്ക് ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. കോമൺവെൽത്ത് ഗെയിംസ് എന്ന ആ പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും അതിൻ്റെ പഴയ പേര് അങ്ങനെയല്ല. അതിൻ്റെ ആദ്യത്തെ പേര് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നാണ്. അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ പഴയ പേരാണ് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആദ്യം ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നായിരുന്നു, പിന്നെയും പേരുകൾ മാറി. അവസാനം ഇപ്പോൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കോമൺവെൽത്ത് ഗെയിംസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് ജോൺ ആഷ്ലി കൂപ്പർ ആണ്. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ് ആരാണ്? ജോൺ ആഷ്ലി കൂപ്പർ. പണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന രാജ്യങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് 4 വർഷത്തിൽ ഒരിക്കൽ ഒരു കായികോത്സവം സംഘടിപ്പിക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായം ആദ്യം മുന്നോട്ട് വെച്ചത് ആരാണ്? ജോൺ ആഷ്ലി കൂപ്പറാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത്. 1891 അദ്ദേഹം ഈ അഭിപ്രായം പറഞ്ഞത്. ഇനി അത് കഴിഞ്ഞിട്ട് കോമൺവെൽത്ത് ഗെയിംസ് സംഘടിപ്പിക്കുന്നത് ഏത് സംഘടനയാണ് എന്ന് ചോദിച്ചാൽ കോമൺവെൽത്ത് ഗെയിംസ് ഫെഡറേഷൻ ആണ്. കോമൺവെൽത്ത് ഗെയിംസ് ഫെഡറേഷൻ ആണ് 4 വർഷം കൂടുന്തോറും എന്ത് സംഘടിപ്പിക്കുന്നത്? കോമൺവെൽത്ത് ഗെയിംസ് സംഘടിപ്പിക്കുന്നത്. കോമൺവെൽത്ത് ഗെയിംസ് ഫെഡറേഷന്റെ ആസ്ഥാനം എവിടെയാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കണം. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ലണ്ടനിലാണ്. വേറൊരു കാര്യം അവിടെ മനസ്സിലാക്കേണ്ടത്, കോമൺവെൽത്ത് ഗെയിംസ് ഫെഡറേഷൻ ആ സംഘടനയുടെ പേരിൽ ചെറിയ മാറ്റം ഇപ്പോൾ ഉണ്ട്. 2025 മുതൽ അതിൻ്റെ പേര് കോമൺവെൽത്ത് ഗെയിംസ് സ്പോർട്ട് എന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കണം. ഇനി ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് അതിൻ്റെ പേര് അന്ന് അങ്ങനെയല്ല, ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് ആണ്. എന്നാണ് നടന്നത് എന്ന് ചോദിച്ചാൽ 1930 അപ്പോൾ ആദ്യമായിട്ട് കോമൺവെൽത്ത് ഗെയിംസ് സംഘടിപ്പിക്കപ്പെടുന്നത് 1930 എവിടെ വെച്ചാണ് നടന്നത്? എത്രയോ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഹാമിൽട്ടണിൽ വെച്ച് ആണ് നടന്നത്. ഹാമിൽട്ടൺ എന്ന് പറയുന്നത് എവിടെയാണ്? കാനഡയിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് ഏത് വർഷമാണ്? ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യമായി പങ്കെടുക്കുന്നത് 2ാമത്തെ കോമൺവെൽത്ത് ഗെയിംസിലാണ്. 1934 കോമൺവെൽത്ത് ഗെയിംസ് ലണ്ടനിൽ വെച്ച് നടന്ന കോമൺവെൽത്ത് ഗെയിംസ്. ഇനി അവിടെ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യക്ക് വേണ്ടിയിട്ട് കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യത്തെ താരം ആരാണ്? അല്ലെ, കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചാൽ റഷീദ് അൻവർ ആണ്. റഷീദ് അൻവർ 1934 ലണ്ടൻ കോമൺവെൽത്ത് ഗെയിംസിൽ ഗുസ്തിയിൽ വെങ്കല മെഡലാണ് ആര് നേടിയത്? റഷീദ് അൻവർ നേടിയത്. അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചാൽ റഷീദ് അൻവർ ആണ്. അതേസമയം കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചാൽ
അത് പിന്നീട് മിൽഖ സിംഗ് ആണ്. ആരാണ്? മിൽഖ സിംഗ്. കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ മിൽഖ സിംഗ്. അതുപോലെ കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ വനിത എന്ന് പറയുമ്പോൾ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ രൂപ ഉണ്ണികൃഷ്ണനാണ്. ആരാണ്? രൂപ ഉണ്ണികൃഷ്ണൻ. ഇനി കോമൺവെൽത്ത് ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് നേടിയത് ആരാണ് എന്ന് ചോദിച്ചാൽ അതൊരു ഷൂട്ടിംഗ് താരമാണ്, ജസ്പാൽ റാണ. ശരി, അപ്പൊ അത്രയും കാര്യങ്ങൾ ആദ്യം ഓർക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി ആരാണ്? കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യത്തെ മലയാളി ആരെന്ന് ചോദിച്ചാൽ അത് ലോങ് ജമ്പില് സുരേഷ് ബാബു ആണ്. ലോങ് ജമ്പ് എന്ന് പറയുന്ന ഇനത്തിൽ സുരേഷ് ബാബു ആണ് കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി വനിത ആര് എന്ന് ചോദിക്കുമ്പോൾ അവിടെ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. PT ഉഷയുടെ പേരൊക്കെ നിങ്ങൾ എഴുതാൻ സാധ്യതയുണ്ട്. അല്ല, അത് അഞ്ജു ബോബി ജോർജ് ആണ്. ആരാണ്? അഞ്ജു ബോബി ജോർജ്, അല്ലെ? എന്നാൽ കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ മലയാളി, കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ മലയാളി ആര് എന്ന് ചോദിച്ചാൽ അത് എൽദോസ് പോൾ ആണ്. ആരാണ്? എൽദോസ് പോൾ ആണ്. ശ്രദ്ധിച്ചു വെക്കണം. കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി ആരെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സുരേഷ് ബാബുവിനെ പറയും. ആദ്യ മലയാളി വനിത ആരെന്ന് ചോദിക്കുമ്പോൾ അഞ്ജു ബോബി ജോർജിന്റെ പേര് പറയും. സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യത്തെ മലയാളി ആരെന്ന് ചോദിക്കുമ്പോൾ എൽദോസ് പോളിനെ പറയും. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അടുത്തടുത്ത കോമൺവെൽത്ത് ഗെയിംസുകളിൽ മെഡൽ നേടുന്ന, തുടർച്ചയായി 2 കോമൺവെൽത്ത് ഗെയിംസുകളിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി ആര് എന്ന് ചോദിച്ചാൽ അത് M ശ്രീശങ്കർ ആണ്. ആരാണ്? M ശ്രീശങ്കർ, അല്ലെ? അപ്പോൾ അടുത്തടുത്ത കോമൺവെൽത്ത് ഗെയിംസുകളിൽ, അതായത് 2022 ബർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസിലും 2026 ഇപ്പോൾ നടന്ന ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിലും M ശ്രീശങ്കർ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയിട്ടുണ്ട്. അപ്പോൾ തുടർച്ചയായിട്ട് 2 കോമൺവെൽത്ത് ഗെയിംസുകളിൽ എന്താണ് മെഡൽ നേടുന്ന ആദ്യത്തെ മലയാളി ആരെന്ന് ചോദിച്ചാൽ M ശ്രീശങ്കർ ആണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ശ്രദ്ധിച്ചു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് 1934 പറഞ്ഞു. ലണ്ടൻ കോമൺവെൽത്ത് ഗെയിംസിലാണെന്ന് പറഞ്ഞു, അല്ലെ? അത് മുതൽ ഇതുവരെ, അതായത് 2026 കോമൺവെൽത്ത് ഗെയിംസ് വരെയുള്ള ഇന്ത്യയുടെ പ്രകടനങ്ങളിൽ ഏറ്റവും മികച്ച പ്രകടനം ഏത് കോമൺവെൽത്ത് ഗെയിംസിലാണ് എന്ന് ചോദിച്ചാൽ 2010 കോമൺവെൽത്ത് ഗെയിംസിലാണ്. 2010 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് എവിടെ വെച്ചാണെന്ന് അറിയാമോ? ഇന്ത്യയിൽ വെച്ചിട്ടാണ്, അതായത് ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് നടന്നത്, അല്ലെ? അപ്പോൾ ഇന്ത്യ ആദ്യമായിട്ട് കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത് 2010 2010 എവിടെ വെച്ചിട്ടാണ് അന്ന് ആ മത്സരങ്ങളെല്ലാം നടന്നത്? ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്, അല്ലെ? ആ കോമൺവെൽത്ത് ഗെയിംസ് ആണ് ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രകടനം കണ്ട കോമൺവെൽത്ത് ഗെയിംസ്. അന്ന് മെഡൽ പട്ടികയിൽ നമ്മൾ 2ാം സ്ഥാനത്ത് വന്നു. അന്ന് മെഡൽ പട്ടികയിൽ ഓസ്ട്രേലിയക്ക് താഴെയായിട്ട് നമ്മൾ 2ാം സ്ഥാനത്ത് വന്നു. അന്നത്തെ കോമൺവെൽത്ത് ഗെയിംസിൽ 38 സ്വർണം ഉൾപ്പെടെ 101 മെഡലുകൾ ഇന്ത്യ നേടി. അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രകടനം നടന്നത് 2010 ന്യൂഡൽഹി കോമൺവെൽത്ത് ഗെയിംസിലാണ്. 101 മെഡലുകളുമായിട്ട് ഇന്ത്യ മെഡൽ പട്ടികയിൽ 2ാം സ്ഥാനത്ത് വന്നു. അതാണ് ഏറ്റവും മികച്ച പ്രകടനം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് 2026 കോമൺവെൽത്ത് ഗെയിംസിലോട്ട് വരാം. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി നിങ്ങൾക്ക് അറിയാം, സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയാണ്, അല്ലെ? 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്താണ്? നല്ലൊരു ചോദ്യമാണ്. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്താണ് എന്ന് ചോദിച്ചാൽ ഫിന്നി എന്ന് പറയുന്ന യൂണിക്കോൺ ആണ്. ഫിന്നി ഒരു യൂണിക്കോൺ ആണെന്ന് നമ്മൾ പറയും. എന്താണെന്ന് ചോദിച്ചാൽ സ്കോട്ട്ലൻഡിന്റെ ദേശീയ മൃഗമാണ് ഫിന്നി. ഒറ്റ കൊമ്പുള്ള സാങ്കല്പികമായിട്ടുള്ള ഒരു കുതിരയാണ് ഫിന്നി. അപ്പോൾ ഫിന്നി എന്ന് പറയുന്ന യൂണിക്കോൺ ആണ് 2026 എന്താണ് ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം, മസ്കറ്റ് എന്ന് ഓർക്കുക.
2026 കോമൺവെൽത്ത് ഗെയിംസിൽ രാജ്യങ്ങൾ അല്ലെങ്കിൽ പ്രദേശങ്ങൾ എത്രണ്ണം പങ്കെടുത്തു എന്ന് ചോദിച്ചാൽ 74 രാജ്യങ്ങൾ അല്ലെങ്കിൽ 74 രാജ്യങ്ങളോ പ്രദേശങ്ങളോ ഈ പറഞ്ഞ കോമൺവെൽത്ത് ഗെയിംസിൽ 2026 കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് 2026 കോമൺവെൽത്ത് ഗെയിംസിൽ എത്ര മത്സര ഇനങ്ങളാണ് ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ 10 ഇനങ്ങളാണ്. 10 മത്സര ഇനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ 2026 കോമൺവെൽത്ത് ഗെയിംസ് നടക്കേണ്ടിയിരുന്നത് ഓസ്ട്രേലിയയിലാണ്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു വച്ചിരുന്നത്. പക്ഷേ ഓസ്ട്രേലിയക്ക് ഒരുപാട് തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ട് പിന്നീട് വേദി അങ്ങോട്ട് മാറ്റിയതാണ്, ഗ്ലാസ്ഗോയിലോട്ട് മാറ്റിയതാണ്. അങ്ങനെ ഗ്ലാസ്ഗോയിൽ വെച്ചിട്ടാണ് 2026 ഈ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചെലവ് ചുരുക്കി നടത്തിയ ഒരു കോമൺവെൽത്ത് ഗെയിംസ് ആണ്. ഇത്രയും നാൾ കോമൺവെൽത്ത് ഗെയിംസ് നടന്നതിൽ വളരെ ചെലവ് ചുരുക്കി അതുപോലെ തന്നെ കായിക ഇനങ്ങളും വെട്ടിക്കുറച്ച് നടത്തിയ ഒരു കോമൺവെൽത്ത് ഗെയിംസ് ആണ്. അതിനകത്ത് 10 ഇനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇപ്പം അതിനകത്ത് സാധാരണഗതിയിൽ ഗുസ്തി ഉണ്ടായിരിക്കുന്നതാണ്, പക്ഷെ ഗുസ്തി ഇത്തവണ ഉണ്ടായിരുന്നില്ല. അതുപോലെ ഷൂട്ടിംഗ് ഉണ്ടായിരിക്കുന്നതാണ്, ഷൂട്ടിംഗ് ഉണ്ടായിരുന്നില്ല. അതുപോലെ ടേബിൾ ടെന്നീസ്, ബാഡ്മിൻ്റൺ, പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്പെയ്ത്ത് പോലുള്ള ഇനങ്ങളൊന്നും ഇത്തവണത്തെ കോമൺവെൽത്ത് ഗെയിംസിൽ ഉണ്ടായിരുന്നില്ല. ഈ ഇനങ്ങളിലൊക്കെ ഇന്ത്യക്ക് അല്പം മേധാവിത്വമുള്ളതാണ്, ഇന്ത്യക്ക് മെഡൽ കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നതാണ്. ആ ഇനങ്ങളൊന്നും ഇത്തവണത്തെ കോമൺവെൽത്ത് ഗെയിംസിൽ ഉണ്ടായിരുന്നില്ല. മൊത്തം എത്ര ഇനങ്ങളാണ് ഉണ്ടായിരുന്നത്? 10 ഇനങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 2026 കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യ എത്രാമതാണ് എന്ന് ചോദിച്ചാൽ 4ാമതാണ്. 2026 കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ പട്ടികയിൽ 4ാമതാണ്. മികച്ച പ്രകടനം ഇന്ത്യ നടത്തി എന്ന് വേണം പറയാൻ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യക്ക് മെഡൽ സാധ്യതയുള്ള ഒരുപാട് ഇനങ്ങളില്ലായിരുന്നു എങ്കിൽ പോലും നമ്മൾ 4ാമത് എത്തിയിട്ടുണ്ട്. ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, അത് കഴിഞ്ഞിട്ട് കാനഡ എന്നീ രാജ്യങ്ങൾക്ക് പിറകിലായിട്ട് 4ാം സ്ഥാനത്താണ് മെഡൽ പട്ടികയിൽ ഇന്ത്യ വന്നത്. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ടത് എത്ര മെഡലുകളാണ് 2026 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡലുകളാണ് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ 39 മെഡലുകളാണ്. 39 മെഡലുകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് 13 സ്വർണം, 17 വെള്ളി, 9 വെങ്കലം എന്നിവ ഉൾപ്പെടെ 39 മെഡലുകളാണ് കോമൺവെൽത്ത് ഗെയിംസിൽ, ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ നേടിയത്. അപ്പം അത് ശ്രദ്ധിക്കണം. അതിലെ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡലുകൾ ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡലുകൾ ഇന്ത്യ നേടിയത് ഏത് ഇനത്തിലാണ് എന്ന് ചോദിച്ചാൽ ബോക്സിങ്ങിലാണ്. ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡലുകൾ അല്ലെ, അവിടെ 7 സ്വർണ്ണ മെഡലുകളാണ് ഏതിനകത്ത്? ബോക്സിങ്ങിൽ ഇന്ത്യ നേടിയത്. ബോക്സിങ്ങിൽ ഇത്തവണ എത്ര? 7 സ്വർണ്ണ മെഡലുകളാണ് നേടിയത്. ഇതുവരെയുള്ള കോമൺവെൽത്ത് ഗെയിംസ് ചരിത്രത്തിൽ ഏറ്റവും മികച്ച നിലയിൽ ബോക്സിങ്ങിൽ നമുക്ക് പ്രകടനം നടത്താനായിട്ട് സാധിച്ചു എന്നുള്ളത് ശ്രദ്ധിച്ചു വയ്ക്കണം. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡലുകൾ ഈ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ നേടിയത് ഏത് ഇനത്തിൽ എന്ന് ചോദിച്ചാൽ ബോക്സിങ്ങിലാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയത് ഏതിനത്തിൽ എന്ന് ചോദിച്ചാൽ അത്ലറ്റിക്സ് എന്ന് പറയാം. ഏറ്റവും കൂടുതൽ മെഡലുകൾ അല്ലെ. അപ്പോൾ സ്വർണം എന്ന് ചോദിക്കുമ്പോഴാണ് ബോക്സിംഗ് പറയുന്നത്. ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയത് ഏതിനത്തിൽ എന്ന് ചോദിച്ചാൽ അത്ലറ്റിക്സിൽ എന്ന് പറയാനായിട്ട് പറ്റും. അത്ലറ്റിക്സ് എന്ന് പറയുമ്പോൾ 16 മെഡലുകളാണ്. അവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, പാരാ അത്ലറ്റിക്സും കൂടെ ചേർത്തിട്ടാണ്. അതായത് ഭിന്നശേഷിക്കാരുടെ അത്ലറ്റിക്സ് മത്സരങ്ങളുണ്ട്, അതിലെ മെഡലുകളെല്ലാം കൂടി ചേർക്കുമ്പോഴത്തേക്കും 16 മെഡലുകളാണ് അത്ലറ്റിക്സിൽ നമുക്ക് കിട്ടിയത്. ബോക്സിങ്ങിൽ മൊത്തം നമുക്ക് 10 മെഡലേ കിട്ടിയുള്ളൂ. 7 സ്വർണം, 3 വെള്ളി, അങ്ങനെ 10 മെഡലുകളാണ് ബോക്സിങ്ങിൽ കിട്ടിയത്. പക്ഷേ ഈ പറഞ്ഞ അത്ലറ്റിക്സിൽ പാരാ അത്ലറ്റിക്സ് കൂടെ ചേർക്കുമ്പോൾ നമുക്ക് മൊത്തം 16 മെഡലുകൾ കിട്ടി. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. ഏറ്റവും കൂടുതൽ സ്വർണം നേടിയത് ബോക്സിങ്ങിലാണ്, ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയത് പാരാ അത്ലറ്റിക്സ് കൂടെ ചേരുന്ന അത്ലറ്റിക്സ് വിഭാഗത്തിലാണ് എന്നൊന്ന് മനസ്സിലാക്കി വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യത്തെ മെഡൽ, ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ മെഡൽ നേടിയത് ഒരു പാരാ അത്ലറ്റാണ്.
കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യ മെഡൽ നേടിയത് ആര് എന്ന് ചോദിച്ചാൽ ജണ്ടു കുമാർ ആണ്. വെങ്കല മെഡലാണ് നേടിയത് ജണ്ടു കുമാർ അല്ലെ. അപ്പോൾ 2026 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യ മെഡൽ നേടിയത് ജണ്ടു കുമാർ ആണ്. ഏത് വിഭാഗം? പാരാ ഹെവി വെയിറ്റ് പവർ ലിഫ്റ്റിംഗിലാണ്. ഇനി 2026 കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യമായിട്ട് സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ്? ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ്? നല്ലൊരു ചോദ്യമായിരിക്കും. മീരാഭായ് ചാനു. മീരാഭായ് ചാനു ഒരു വനിത. മീരാഭായ് ചാനു മണിപ്പൂരുകാരിയാണ് എന്നുള്ളതും കൂടി ശ്രദ്ധിച്ചു വെക്കണം. ഇനിയുള്ള പരീക്ഷകളിൽ ആ ചോദ്യം പ്രതീക്ഷിച്ചോണം. അപ്പോൾ 2026 കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണ്ണ മെഡൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് സ്വർണ്ണ മെഡൽ നേടിയത് ആരെന്ന് ചോദിച്ചാൽ അത് മീരാഭായ് ചാനു ആണ്. 48 കിലോഗ്രാം വെയിറ്റ് ലിഫ്റ്റിംഗിലാണ്. 48 കിലോഗ്രാം ഭാരോദ്വഹനം എന്ന് പറയും. വെയിറ്റ് ലിഫ്റ്റിംഗിലാണ് മീരാഭായ് ചാനു എന്ത് ചെയ്യുന്നത്? സ്വർണം നേടുന്നത്. അവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 2026 അവർ സ്വർണം നേടി. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇതേ ഇനത്തിൽ അവർ സ്വർണം നേടിയിട്ടുണ്ട്. അതുപോലെ 2018 കോമൺവെൽത്ത് ഗെയിംസിലും അവർ ഇതേ ഇനത്തിൽ സ്വർണം നേടിയിട്ടുണ്ട്. വെയിറ്റ് ലിഫ്റ്റിങ്ങിന് സ്വർണം നേടിയിട്ടുണ്ട്. അപ്പോൾ തുടർച്ചയായിട്ടുള്ള 3 കോമൺവെൽത്ത് ഗെയിംസിലും സ്വർണം നേടുന്ന വനിതയായിട്ട് ആര് മാറി? മീരാഭായ് ചാനു മാറിയിട്ടുണ്ട്. അതായത് കോമൺവെൽത്ത് ഗെയിംസിൽ ഹാട്രിക് സ്വർണമാണ് അവർക്ക് ലഭിക്കുന്നത് തുടർച്ചയായിട്ടുള്ള 3 വർഷങ്ങളിൽ അല്ലെ. അത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവരാണ് അങ്ങനെ ആദ്യം വാങ്ങിയതെന്ന് വിചാരിക്കും. അല്ല, വേറെയും ആൾക്കാർ അതുപോലെ വാങ്ങിയിട്ടുണ്ട്. ജസ്പാൽ റാണ. ജസ്പാൽ റാണയും ഇതുപോലെ തുടർച്ചയായിട്ട് 3 കോമൺവെൽത്ത് ഗെയിംസുകളിൽ തുടർച്ചയായിട്ട് സ്വർണ്ണ മെഡലുകൾ നേടിയിട്ടുണ്ട്. ഗുസ്തി താരം സുശീൽ കുമാറും ഇതുപോലെ തുടർച്ചയായിട്ട് 3 കോമൺവെൽത്ത് ഗെയിംസുകളിൽ സ്വർണ്ണ മെഡൽ ഗുസ്തിയിൽ നേടിയിട്ടുണ്ട്. അതുപോലെ വിനേഷ് ഫോഗട്ട് വനിത, അതും ഗുസ്തി താരമാണ്. അവരും തുടർച്ചയായിട്ട് 3 തവണ എന്താണ് കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ കോമൺവെൽത്ത് ഗെയിംസിൽ ആരാണ് അതുപോലെ നേടിയതെന്ന് ചോദിച്ചാൽ അത് ആരാണ്? മീരാഭായ് ചാനുവാണ് അല്ലെ. അപ്പോൾ 2026 കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യത്തെ സ്വർണ്ണ മെഡൽ ഇന്ത്യക്ക് വേണ്ടി നേടിയത് മണിപ്പൂരുകാരി ആരാണ്? മീരാഭായ് ചാനുവാണ് എന്നുള്ളത് ഓർക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു കാര്യം എടുത്തു പറയണം. 2026 കോമൺവെൽത്ത് ഗെയിംസിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ജൂഡോ എന്ന് പറയുന്ന മത്സര ഇനത്തിൽ ഇന്ത്യ 2 സ്വർണം നേടി. പുരുഷന്മാരുടെ വിഭാഗത്തിലും വനിതകളുടെ വിഭാഗത്തിലും ഇന്ത്യ 2 സ്വർണ്ണ മെഡലുകൾ നേടി. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജൂഡോ എന്ന് പറയുന്ന മത്സര ഇനത്തിൽ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ മെഡൽ നേടുന്നത്, സ്വർണ്ണ മെഡൽ നേടുന്നത്. അപ്പോൾ ആ സ്വർണ്ണ മെഡൽ നേടിയത് ആരൊക്കെ എന്ന് അറിഞ്ഞു വയ്ക്കണം. അവിടെ വനിതാ വിഭാഗത്തിൽ അസ്മിത ഡേ, ഇത് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു പേരാണ്. അസ്മിത ഡേ വനിതാ വിഭാഗത്തിൽ അസ്മിത ഡേ എന്ത് നേടിയിട്ടുണ്ട്? സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട് ജൂഡോയിൽ. അതുപോലെ തന്നെ പുരുഷ വിഭാഗത്തിൽ ഹർഷ് സിംഗ്, ആരാണ്? ഹർഷ് സിംഗും ജൂഡോയിൽ സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഇന്ത്യക്ക് മൊത്തം എത്ര സ്വർണ്ണ മെഡലാണ് കിട്ടിയത്? ഇന്ത്യക്ക് മൊത്തം കിട്ടിയേക്കുന്നത് 13 സ്വർണ്ണമാണ്. മീരാഭായ് ചാനുവിന് 1 സ്വർണം കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് അസ്മിത ഡേ, ഹർഷ് സിംഗ്. അപ്പോൾ മൊത്തം 3 സ്വർണമായി അല്ലെ. ഇനി അത് കഴിഞ്ഞിട്ട് പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് 3 സ്വർണ്ണ മെഡൽ ലഭിച്ചു. പാരാ അത്ലറ്റിക്സിൽ മൊത്തത്തിൽ 6 മെഡലാണ്. അതിൽ ഈ പറഞ്ഞ 3 സ്വർണം, 2 വെള്ളി, 1 വെങ്കലമാണ്. അപ്പോൾ അതിൽ 3 സ്വർണം പാരാ അത്ലറ്റിക്സിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മൊത്തം 13 സ്വർണമാണ്. മീരാഭായ് ചാനുവിന് 1, പിന്നെ അത് കഴിഞ്ഞിട്ട് ജൂഡോയിൽ 2, പാരാ അത്ലറ്റിക്സിൽ 3. അപ്പോൾ എത്രയായി? മൊത്തം 3 6 അല്ലേ. അപ്പോൾ 6 സ്വർണ്ണ മെഡലുകളുടെ കഥ അങ്ങനെയാണ്. അപ്പോൾ പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് എത്ര സ്വർണം കിട്ടി എന്നുള്ളത് ഓർത്തു വയ്ക്കണം. 3 സ്വർണമാണ്. അതിൽ ഷർമിള ദങ്കർ ഷോർട്ട് പുട്ടിൽ പാരാ അത്ലറ്റ് ആണ്. ഷോർട്ട് പുട്ട് വിഭാഗത്തിൽ അവർക്ക് സ്വർണം ലഭിച്ചു. സോമൻ റാണയ്ക്കും എന്താണ് ഷോർട്ട് പുട്ടിലാണ് സ്വർണ്ണ മെഡൽ ലഭിച്ചത്, പുരുഷ വിഭാഗം അല്ലെ. അപ്പോൾ പാരാ അത്ലറ്റിക്സിൽ പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഈ കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം ആർക്കാണ്? ഇന്ത്യക്കാണ്. ഒന്ന് ഷർമിള ദങ്കർ, വേറൊന്ന് സോമൻ റാണ. അടുത്തത് നല്ലൊരു പോയിന്റ് ആണ്.
ദിലീപ് ഗാവിത്ത് 100 മീറ്റർ ഓട്ട മത്സരത്തിൽ, പാരാ അത്ലറ്റുകളുടെ 100 മീറ്റർ ഓട്ട മത്സരത്തിൽ സ്വർണ്ണ മെഡൽ ആര് നേടി? ദിലീപ് ഗാവിത്ത് നേടി. ദിലീപ് ഗാവിത്ത്. അപ്പോ പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് എത്ര സ്വർണം കിട്ടി? 3 സ്വർണം കിട്ടി. ആരൊക്കെ നേടി? ഷർമിള ധങ്കർ, സോമൻ റാണ, ദിലീപ് ഗാവിത്ത്. അപ്പൊ അത് ശ്രദ്ധിച്ച് വെക്കണം. പാരാ അത്ലറ്റിക്സിൽ മൊത്തം 6 മെഡലാണ്. അതിൽ 3 മെഡൽ സ്വർണമാണ്, 2 വെള്ളി, 1 വെങ്കലം. ഇനി അത് കഴിഞ്ഞിട്ട് അത്ലറ്റിക്സിൽ ശ്രദ്ധിക്കപ്പെടുന്ന മറ്റു ചില നേട്ടങ്ങളുണ്ട്. അതിൽ ഗുൽവീർ സിംഗ്, ഈ പേര് പഠിച്ചു വെക്കണം. ഗുൽവീർ സിംഗിന് ഈ കോമൺവെൽത്ത് ഗെയിംസിൽ 2 മെഡൽ ലഭിച്ചു. ആദ്യമായിട്ടാണ് ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനത്തിൽ ഒരു ഇന്ത്യക്കാരൻ കോമൺവെൽത്ത് ഗെയിംസിൽ 2 മെഡൽ നേടുന്നത്. ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനത്തിൽ ഇപ്പൊ ജസ്പാൽ റാണയെ പോലുള്ള ആൾക്കാർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഒരേ ഈ പറഞ്ഞ കോമൺവെൽത്ത് ഗെയിംസിൽ തന്നെ ഒന്നിലധികം മെഡലുകൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഷൂട്ടിങ്ങിലാണ്. ട്രാക്ക് ആൻഡ് ഫീൽഡ് എന്ന് പറയുമ്പോൾ അത്ലറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം. അപ്പോൾ ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനത്തിൽ കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യമായിട്ട് 2 മെഡലുകൾ നേടിയ അത്ലറ്റ് ആരെ എന്ന് ചോദിച്ചാൽ ഗുൽവീർ സിംഗ് ആണ്. 10,000 മീറ്റർ ഓട്ട മത്സരം, അതുപോലെ 5000 മീറ്റർ ഓട്ട മത്സരം, 10,000 മീറ്ററിൽ വെള്ളിയും അതുപോലെ 5000 മീറ്ററിൽ വെങ്കല മെഡലും ആര് നേടിയിട്ടുണ്ട്? ഗുൽവീർ സിംഗ് നേടിയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നീരജ് ചോപ്ര, നമ്മൾ സ്വർണമാണ് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചത്. പക്ഷെ ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പക്ഷെ എങ്കിലും വെള്ളി മെഡൽ ലഭിച്ചു. ഈ വിഭാഗത്തിൽ ശ്രീലങ്കൻ താരമാണ് സ്വർണ്ണ മെഡൽ നേടിയത്. റുമേഷ് പതിരഗെ എന്ന് പറയുന്ന ഒരു ശ്രീലങ്കൻ താരമാണ് സ്വർണ്ണ മെഡൽ കൊണ്ടുപോയത്. പക്ഷെ വെള്ളി മെഡൽ ആർക്ക് ലഭിച്ചു? വെള്ളി മെഡൽ ലഭിച്ചത് ഇന്ത്യയുടെ നീരജ് ചോപ്രയ്ക്കാണ്. അപ്പോൾ 2026 കോമൺവെൽത്ത് ഗെയിംസിൽ നീരജ് ചോപ്രയ്ക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിച്ചു വെക്കണം. അദ്ദേഹത്തിന് ലഭിച്ചത് എന്ത് മെഡലാണ്? വെള്ളി മെഡലാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് യശ്വീർ സിംഗ്, ഈ പേര് ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഞാൻ പറഞ്ഞു ജാവലിൻ ത്രോ മത്സരം. ജാവലിൻ ത്രോ മത്സരത്തിൽ ഈ പറഞ്ഞ ഒളിമ്പിക് ജേതാവ് ഉൾപ്പെടെ, പാകിസ്ഥാന്റെ താരമായിട്ടുള്ള ഒളിമ്പിക് ജേതാവ് ഉൾപ്പെടെ മത്സരിച്ചതാണ്. അവിടെ സ്വർണം നേടിയത് ഒരു ശ്രീലങ്കക്കാരനാണ്. പക്ഷെ വെള്ളിയും വെങ്കലവും ഇന്ത്യൻ താരങ്ങൾക്കാണ് ലഭിച്ചത്. വെള്ളിയും വെങ്കലവും വെള്ളി നീരജ് ചോപ്രയ്ക്ക് ലഭിച്ചു. വെങ്കല മെഡൽ യശ്വീർ സിംഗ് എന്ന് പറയുന്ന മറ്റൊരു ഇന്ത്യക്കാരനാണ് ലഭിച്ചത്. അപ്പോൾ അതിലെ 2 മെഡലുകളും ഇന്ത്യക്കാണ് ലഭിച്ചത്. ജാവലിൻ ത്രോയിൽ സ്വർണം കിട്ടിയില്ല. അത് പോട്ടെ, ശരി. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു പേര് പഠിച്ചു വെക്കുക, സർവേഷ് കുഷാരെ. ഈ അടുത്ത കാലത്ത് ഒരുപാട് ഇന്ത്യൻ സ്പോർട്സിൽ കേൾക്കുന്ന ഒരു പേരാണ് സർവേഷ് കുഷാരെ. ഹൈ ജമ്പിൽ വെള്ളി മെഡൽ നേടി. കോമൺവെൽത്ത് ഗെയിംസിൽ ഹൈ ജമ്പിൽ വെള്ളി മെഡൽ നേടിയ താരമാണ് ആര്? സർവേഷ് കുഷാരെ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പേര് കൂടി പരിചയപ്പെട്ടു വയ്ക്കുക, തേജസിൻ ശങ്കർ. വെങ്കല മെഡലാണ് ലഭിച്ചത്. തേജസിൻ ശങ്കറിന് വെങ്കല മെഡലാണ് ലഭിച്ചത്. പക്ഷെ അതിനൊരു പ്രത്യേകതയുണ്ട്. ഡെക്കാത്തലൻ എന്ന് പറയുന്ന ഇനത്തിലാണ് അദ്ദേഹം മത്സരിച്ചത്. ആദ്യമായിട്ടാണ് കോമൺവെൽത്ത് ഗെയിംസിൽ ഡെക്കാത്തലൻ എന്ന് പറയുന്ന വിഭാഗത്തിൽ ഇന്ത്യക്കൊരു മെഡൽ ലഭിക്കുന്നത്. അത് ആരിലൂടെയാണ് ലഭിച്ചത് എന്ന് അറിഞ്ഞു വയ്ക്കണം, തേജസിൻ ശങ്കർ. അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ബോക്സിംഗ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ബോക്സിങ്ങിൽ ഇന്ത്യക്ക് 7 സ്വർണ്ണ മെഡലുകളാണ് ലഭിച്ചത്. എത്ര? 7 സ്വർണ്ണ മെഡലുകൾ. 7 സ്വർണ്ണമുണ്ട്, അതുപോലെ തന്നെ 3 വെള്ളിയുമുണ്ട്. അങ്ങനെ ബോക്സിങ്ങിൽ ഇന്ത്യക്ക് മൊത്തം എത്ര മെഡലുകളാണ്? 10 മെഡലുകളാണ് ലഭിച്ചത്. അപ്പൊ അതിൽ ഓർത്ത് വയ്ക്കേണ്ടത് പ്രീതി പവാർ എന്ന് പറയുന്ന പേര്. പ്രീതി പവാർ ബോക്സിങ്ങിൽ അവർക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? സ്വർണ്ണ മെഡൽ ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈ പറഞ്ഞ ഓരോ വിഭാഗമാണ്. അതായത് വെയിറ്റിനനുസരിച്ച് ഈ പറഞ്ഞ ആളുകളെ തരംതിരിച്ചാണ് മത്സരം നടത്തുന്നത്. അപ്പോൾ പ്രീതി പവാറിന് ബോക്സിങ്ങിൽ സ്വർണം ലഭിച്ചിട്ടുണ്ട്. സാക്ഷി ചൗധരിക്കും അരുന്ധതി ചൗധരിക്കും സ്വർണ്ണ മെഡൽ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ പ്രിയ ഗംഗാസിന് സ്വർണ്ണ മെഡൽ ലഭിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ജെയ്സ്മിൻ ലംബോറിയ, ഇവർക്കും സ്വർണ്ണ മെഡൽ ലഭിച്ചു. അപ്പോൾ ബോക്സിങ്ങിൽ മൊത്തം 7 സ്വർണ്ണ മെഡലാണ്. അതിൽ 5 സ്വർണ്ണ മെഡലുകൾ നേടിയത് വനിതകളാണ്, ഇന്ത്യൻ വനിതകളാണ്. പ്രീതി പവാർ, സാക്ഷി ചൗധരി, അരുന്ധതി ചൗധരി, പ്രിയ ഗംഗാസ്, ജെയ്സ്മിൻ ലംബോറിയ. അപ്പോൾ ആ പേരുകൾ ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ബോക്സിങ്ങിൽ വെള്ളി നേടിയ ഒരു വനിതയുണ്ട്.
അവരുടെ പേരൊന്ന് ഓർത്ത് വയ്ക്കണം. ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരുപാട് മെഡൽ ബോക്സിങ്ങിൽ വിവിധ ടൂർണമെൻറ്റുകളിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ മീറ്റുകളിൽ നേടിയിട്ടുള്ള ഒരു വനിതയാണ്. എന്തായാലും ഇപ്പോൾ ഈ കോമൺവെൽത്ത് ഗെയിംസിൽ അവർ ഈ പറഞ്ഞ വെള്ളി കൊണ്ട് ഒതുങ്ങേണ്ടി വന്നു. അവരുടെ പേരൊന്ന് ശ്രദ്ധിച്ചു വെക്കുക, ലവ്ലീന ബോർഗോഹെയ്ൻ. ലവ്ലീന ബോർഗോഹെയ്ന് എന്ത് കിട്ടിയിട്ടില്ല? സ്വർണ്ണ മെഡൽ ലഭിച്ചിട്ടില്ല. ലഭിച്ചിരിക്കുന്നത് വെള്ളി മെഡലാണ് എന്ന് ഓർക്കുക. എന്തായാലും കോമൺവെൽത്ത് ഗെയിംസ് കഴിഞ്ഞപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട കുറച്ച് വാർത്തകൾ വന്നായിരുന്നു. കോമൺവെൽത്ത് ഗെയിംസ് കഴിഞ്ഞിട്ട് സ്കോട്ട്ലാൻഡിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ഇവർ ഈ കാപ്പി കുടിക്കാൻ ചായ കുടിക്കാനായിട്ട് പോയ സമയത്ത് അവിടെ ഈ പറഞ്ഞ ഇന്ത്യയുടെ ഭൂപടം ഈ പറഞ്ഞ സ്ഥലത്ത് കണ്ടു. ആ ഭൂപടത്തിൽ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഒന്നും ഇല്ലാത്ത ഒരു ഭൂപടമാണ് അവിടെ പ്രദർശിപ്പിച്ചിരുന്നത്. അതിനെക്കുറിച്ച് അവർ അവിടെ സംസാരിച്ചു. അത് തെറ്റായിട്ടുള്ള ഭൂപടമാണ്, ഇങ്ങനെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ റെസ്റ്റോറൻറ്റ് ഉടമകൾ പറഞ്ഞു ഇനി അങ്ങനെ പറ്റാതെ നോക്കിക്കൊള്ളാം എന്നൊക്കെയുള്ള വാക്കൊക്കെ ഇവർക്ക് കൊടുത്തതായിട്ടുള്ള വാർത്തയുണ്ട്. അത് ലവ്ലീന ബോർഗോഹെയ്ൻ ആണ്. ലവ്ലീന ബോർഗോഹെയ്ൻ ആസാമിൽ നിന്നുള്ള ഈ പറഞ്ഞൊരു ബോക്സിംഗ് താരമാണ്. അവർക്ക് ഇത്തവണ എന്താണ് ലഭിച്ചത്? വെള്ളി മെഡലാണ് ലഭിച്ചത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ബോക്സിങ്ങിൽ പിന്നെ 2 സ്വർണം നേടിയത് പുരുഷന്മാരാണ്. ഒന്ന് സച്ചിൻ സിവാജ്, പേരെന്താണ്? സച്ചിൻ സിവാജ്. വേറൊന്ന് അങ്കഷ് പങ്കൽ. ആരാണ്? അങ്കുഷ് പങ്കൽ. അപ്പോൾ സച്ചിൻ സിവാജ്, അങ്കുഷ് പങ്കൽ എന്നിവർക്കാണ് പിന്നീട് എന്ത് ലഭിച്ചിട്ടുള്ളത്? സ്വർണ്ണ മെഡൽ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ബോക്സിങ്ങിൽ മൊത്തം എത്ര സ്വർണം എന്ന് ചോദിച്ചാൽ 7 സ്വർണമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 3 വെള്ളിയാണ്. അപ്പോൾ സ്വർണ്ണ മെഡൽ നേടിയ 5 വനിതകൾ, അവരുടെ പേരൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അത് കഴിഞ്ഞ് ലവ്ലീന ബോർഗോഹെയ്ൻ, അവരുടെ പേരൊന്ന് മനസ്സിൽ ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 പുരുഷന്മാരുടെ പേരുകൾ കൂടി പറ്റുമെങ്കിൽ ഓർക്കണം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തോട്ടാണ് വരുന്നത്. 2026 കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്ത മലയാളികൾ ആരൊക്കെ എന്നൊന്ന് അറിഞ്ഞു വയ്ക്കണം. ഒന്ന് എം ശ്രീശങ്കർ ആണ്. ആരാണ്? എം ശ്രീശങ്കർ ആണ് അല്ലെ. ലോങ് ജമ്പിലാണ് എം ശ്രീശങ്കർ മത്സരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. ഈ കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ ലോങ് ജമ്പിൽ അദ്ദേഹത്തിന് വെള്ളി മെഡലാണ് ലഭിച്ചത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ കോമൺവെൽത്ത് ഗെയിംസിലും അദ്ദേഹം വെള്ളി മെഡൽ നേടിയിരുന്നു. തുടർച്ചയായ 2 കോമൺവെൽത്ത് ഗെയിംസുകളിൽ മെഡൽ നേടുന്ന അത്ലറ്റാണ് ആര്? എം ശ്രീശങ്കർ. ഇനി അത് കഴിഞ്ഞിട്ട് മുഹമ്മദ് ബാസിൽ. മുഹമ്മദ് ബാസിൽ ശ്രദ്ധിച്ച് വയ്ക്കേണ്ട ഒരു പാരാ അത്ലറ്റാണ്, മലയാളിയായിട്ടുള്ള പാരാ അത്ലറ്റാണ്. 100 മീറ്റർ പാരാ അത്ലറ്റുകളുടെ ഓട്ട മത്സരം, അതിനകത്ത് വെള്ളി നേടിയത് മുഹമ്മദ് ബാസിലാണ്. ഇതിലെ ഈ പറഞ്ഞ സ്വർണ്ണ മെഡലും ഇന്ത്യക്കാണ് ലഭിച്ചത്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ 2026 കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്ത മലയാളികളെയാണ് പരിചയപ്പെടുന്നത്. ഒന്ന് എം ശ്രീശങ്കർ, വെള്ളി മെഡലാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ലോങ് ജമ്പിൽ. വേറൊന്നൊരു പാരാ അത്ലറ്റാണ്. പാരാ അത്ലറ്റ് ആര് എന്ന് ചോദിച്ചാൽ മുഹമ്മദ് ബാസിലാണ്. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പേര് കെ പി സോദിഷ്. കെ പി സോദിഷ് മലയാളിയാണ്. 2026 കോമൺവെൽത്ത് ഗെയിംസിൽ മത്സരിച്ചു. ഏതാണ്ട് ഫൈനലിന് തൊട്ടടുത്ത് വരെ എത്തി. പക്ഷേ മെഡൽ നേടാനായിട്ട് കഴിഞ്ഞില്ല. അദ്ദേഹം ഏത് വിഭാഗത്തിലാണ് പങ്കെടുത്തത് എന്നുള്ളത് നല്ല ഒരു ചോദ്യമാണ്. ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ്. ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക് എന്ന് പറയുന്ന വിഭാഗത്തിൽ മത്സരിച്ചത് ആരാണ്? ഇന്ത്യക്ക് വേണ്ടി മത്സരിച്ചത് മലയാളിയായിട്ടുള്ള കെ പി സോദിഷ് ആണ്. ആരാണ്? കെ പി സോദിഷ് അല്ലെ. അപ്പൊ 3 പേരുടെ പേര് പരിചയപ്പെട്ടു. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു നീന്തൽ താരം നിങ്ങൾക്കറിയാം, സജൻ പ്രകാശ്. സജൻ പ്രകാശ്, പക്ഷെ അദ്ദേഹത്തിന് മെഡൽ ലഭിച്ചില്ല. കെ പി സോദിഷിനും മെഡൽ ലഭിച്ചില്ല, സജൻ പ്രകാശിനും മെഡൽ ലഭിച്ചില്ല. ഇനി അത് കഴിഞ്ഞിട്ട് 4x400 മീറ്റർ മിക്സഡ് റിലേയിൽ മത്സരിച്ച ഒരു വനിതയുണ്ട്, മെഡൽ ലഭിച്ചില്ല, അൻസ ബാബു അല്ലെ. അപ്പോൾ 2026 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്ത മലയാളികൾ എന്ന് പറയുന്നത് എം ശ്രീശങ്കർ, വെള്ളി മെഡൽ ലഭിച്ചു. മുഹമ്മദ് ബാസിൽ, പാരാ അത്ലറ്റാണ്, വെള്ളി മെഡൽ ലഭിച്ചു. കെ പി സോദിഷ്, ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ ഇന്ത്യക്ക് വേണ്ടി മത്സരിച്ചു, പക്ഷേ മെഡൽ ലഭിച്ചില്ല. സജൻ പ്രകാശ്, നീന്തൽ താരം, മെഡൽ ലഭിച്ചില്ല. അൻസ ബാബു അത്ലറ്റാണ്, പക്ഷേ ഈ പറഞ്ഞ മെഡൽ ലഭിച്ചില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 2030 കോമൺവെൽത്ത് ഗെയിംസ് എവിടെ വെച്ചാണ് നടക്കുന്നത്? 2030 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി ഇന്ത്യയാണ്. പക്ഷെ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്ത്യയിൽ എവിടെ എന്ന് പറയണം.
സാധാരണഗതിയിൽ കോമൺവെൽത്ത് ഗെയിംസ് എവിടെ നടക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് നടക്കുന്ന പട്ടണങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പോൾ ഒളിമ്പിക്സിൻ്റെ കാര്യം പറയുമ്പോൾ ഒളിമ്പിക്സ് നടക്കുന്ന പട്ടണത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ടോക്കിയോ ഒളിമ്പിക്സ്, മെൽബൺ ഒളിമ്പിക്സ്, ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ്, ലണ്ടൻ ഒളിമ്പിക്സ് എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ കാര്യം പറയുമ്പോഴും. അപ്പോൾ ഇന്ത്യ എന്ന് ഒഴുക്കം മട്ടിൽ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇന്ത്യയിൽ എവിടെ വെച്ചാണ് നടക്കുന്നത്? ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വെച്ചിട്ടാണ് 2030 കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. നേരത്തെ 2010 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് എവിടെയാണ്? ഇന്ത്യയിൽ ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് നടന്നത്. പക്ഷേ അടുത്തത് നടക്കാൻ പോകുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വെച്ചിട്ടാണ്, അല്ലേ? എന്തായാലും ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രകടനം ഞാൻ നേരത്തെ പറഞ്ഞു 2010 ന്യൂഡൽഹി കോമൺവെൽത്ത് ഗെയിംസിലാണ്, അല്ലേ? അതിനേക്കാൾ മികച്ച പ്രകടനം തീർച്ചയായിട്ടും 2030 ഉണ്ടാകും എന്ന് ഉറപ്പാണ്. കാരണം കൂടുതൽ നമുക്ക് അനുകൂലമായിട്ടുള്ള ഗുസ്തി പോലുള്ള, അമ്പെയ്ത്ത് പോലുള്ള അതുപോലുള്ള ഇനങ്ങൾ തീർച്ചയായിട്ടും അഹമ്മദാബാദ് കോമൺവെൽത്ത് ഗെയിംസിൽ ഉണ്ടാവും 2030 നടക്കുമ്പോൾ. അങ്ങനെ വരുമ്പോൾ ഇന്ത്യക്ക് കൂടുതൽ മെഡൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യ 1-ാം സ്ഥാനത്ത്, മെഡൽ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും 4 വർഷമുണ്ട്, അല്ലെ? ഈ സ്പോർട്സിനെ സംബന്ധിച്ചിടത്തോളം 4 വർഷം പ്രധാനപ്പെട്ടതാണ്. പുതിയ കായിക താരങ്ങളുണ്ടാവും, അല്ലെ? നല്ല പരിശീലനമൊക്കെ അവർക്ക് കൊടുക്കാമെങ്കിൽ ഇനിയും കായിക രംഗത്ത് പുരോഗമിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസുമായി ബന്ധപ്പെട്ട ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. ഇതിനൊക്കെ ഒരു എഫർട്ടുണ്ട്. ആ എഫർട്ടിനെ നിങ്ങൾ കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. അത് ഞങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ അത് കമൻ്റായി, ലൈക്കായി, ഷെയറായി ഒക്കെ വരണം. നിങ്ങളങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.